നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവം സംസാരിക്കുമെങ്കിൽ അതിനർത്ഥം ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും ശബ്ദം പുറത്തു വരും. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ബൈബിളിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ശബ്ദം നിറഞ്ഞ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് ബൈബിളിനെ വിളിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ആദ്യം തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നിങ്ങളോട് പറഞ്ഞിട്ട് ആ ശബ്ദത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം സത്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ, ഒരു ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം സത്യമായിരിക്കും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. എന്ന് വെച്ചാൽ വ്യാജം പറയുന്ന മനുഷ്യനെ പോലെ അല്ല ദൈവം. ദൈവം പറയുന്നുണ്ടെങ്കിൽ ദൈവം സത്യം മാത്രമേ പറയുകയുള്ളൂ. അവൻ വ്യാജം പറയാത്തവൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം, എൻ്റെ ദൈവം സത്യവാനാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ആ വചനം പറയുന്നതിന് തൊട്ടു മുന്നേയായിട്ട് അവിടെയുള്ള സാഹചര്യം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്നാണ്. എന്നുവെച്ചാൽ യേശു അവരോട് സംസാരിച്ച വാക്കിൽ അവർ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നിൽക്കുന്നത് ശബ്ദത്തിലാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അവർ നിൽക്കുന്നത് സത്യത്തിലാണ്. ആ സത്യത്തിനകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും ആ സത്യം തന്നെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ദൈവശബ്ദം എപ്പോഴും സത്യമായിരിക്കും. ദൈവശബ്ദം നമ്മെ നോക്കി കള്ളം പറയുന്ന ശബ്ദമല്ല. ഹല്ലേലൂയ. മോശമായിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിധിക്കുന്ന ശബ്ദമല്ല ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും സത്യമായിരിക്കും. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ നോക്കി പറയുകയാണ്, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അതിനർത്ഥം ദൈവം എന്താണോ പറഞ്ഞത് അതാണ് സത്യം. അതിന് വിരോധമായിട്ട് ഉള്ള ഒരു കള്ളത്തിനും ആ സത്യത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമായ സത്യം വെളിപ്പെടുമ്പോൾ ദൈവം സത്യവാനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം സത്യമുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം സത്യമുള്ളതാണെങ്കിൽ അത് കേൾക്കുന്ന നമ്മളിൽ ആ സത്യം വെളിപ്പെടുവാനായി ഇടയാകും. ഹല്ലേലൂയ. നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കള്ളങ്ങളൊക്കെയും ഈ സത്യത്തിൻ്റെ മുന്നിൽ കീഴടങ്ങും. ഹല്ലേലൂയ. വെളിച്ചം വരുമ്പോൾ ഇരുൾ പുറത്തേക്ക് പോകുന്നത് പോലെ ദൈവത്തിൻ്റെ സത്യം വരുമ്പോൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ കള്ളങ്ങളും മുട്ടുകളെ മടക്കാൻ തുടങ്ങും. സാത്താനെ പറ്റി യേശു പറയുന്നുണ്ട്, അവൻ കള്ളനും കള്ളൻ്റെ അപ്പനുമാണ്. അങ്ങനെയാണെങ്കിൽ കള്ളങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലത്തിലേക്ക് ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ ശബ്ദമായ സത്യം കടന്നു വരുമ്പോൾ എല്ലാ കള്ളങ്ങളും ആ സത്യത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കാനായിട്ട് ഇടയാവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം സത്യമുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദമായ സത്യം കള്ളത്തെ തോൽപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം മാറ്റം ഇല്ലാത്തതാണ്, മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിലായിരിക്കട്ടെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കട്ടെ, മാറ്റത്തെ കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 119-ാം അധ്യായം അതിൻ്റെ 89-ാമത്തെ വചനം പറയുന്നു, യഹോവയുടെ വചനം സ്വർഗത്തിൽ എപ്പോഴും സ്ഥിരമായിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു എന്നാൽ എപ്പോഴും സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത്, നമ്മൾ ബൈബിളിനകത്ത് നോക്കുമ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അതിനർത്ഥം ദൈവത്തിൻ്റെ ശബ്ദമല്ലെന്നല്ല, ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നത് എഴുതപ്പെടുമ്പോൾ അതിനറിയപ്പെടുന്ന പേരാണ് വചനം. ഹല്ലേലൂയ. സങ്കീർത്തനം 119-ന്റെ 89 പറയുന്നു, യഹോവയുടെ വചനം
സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം മാറ്റമില്ലാത്തവനാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം മാറത്തില്ലെങ്കിൽ ദൈവവും മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലാത്തതാണ്. എബ്രായർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. യേശു കർത്താവ് മാറ്റമില്ലാത്തവനാണെങ്കിൽ, ദൈവം മാറ്റമില്ലാത്തവനാണെങ്കിൽ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് മാറ്റമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. യിരെമ്യാവ് 23-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 23-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ വചനം, എൻ്റെ വാക്കുകൾ, എൻ്റെ ശബ്ദം അത് തീയെ പോലെയാണ്. തീയെ പോലെ മാത്രമല്ല, മറിച്ച് അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം ഒരു സ്ഥലത്ത് റിലീസാകുമ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദമാണ് പുറപ്പെടുന്നതെങ്കിൽ എതിരെ നിൽക്കുന്നത് പാറയാണോ, എത്രത്തോളം കഠിനമായതോ ആണോ എന്നതൊന്നും വിഷയമല്ല. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം തന്നെ പാറയെ തകർക്കുമാറാക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ ശബ്ദം എവിടെയൊക്കെ റിലീസായിട്ടുണ്ടോ നമ്മളത് കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം എവിടെയൊക്കെയാണോ റിലീസായിട്ടുള്ളത് അവിടെയൊക്കെ മാറാതെ നിൽക്കുന്നത് പലതും മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പിറവിയിലെ കുരുടനായി ജനിച്ചവൻ, അവൻ ജനിച്ചതേ കുരുടനായിട്ടാ. ഹല്ലേലൂയ. എത്ര സൗഖ്യം യേശുവിൻ്റെ കയ്യിലൂടെ നടന്നു. ഒരിക്കലും മാറാൻ സാധ്യതയില്ല, മാറ്റം വരാൻ ഒരിക്കലും സാധ്യതയില്ല. ഹല്ലേലൂയ. വെള്ളം വീഞ്ഞെങ്ങനെയാകും? മാറാൻ ഒരു സാധ്യതയില്ല. പക്ഷേ യേശുവിൻ്റെ ശബ്ദം വെള്ളത്തിൻ്റെ മീതെ വന്നാൽ, ഹല്ലേലൂയ, ആ വെള്ളം വീഞ്ഞായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് എത്രത്തോളം പാറ പോലെ എതിരെ നിന്നാലും അത് പൊളിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവശബ്ദം മാറ്റമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ചുറ്റുമുള്ളതിനെ മാറ്റാൻ കാരണവും. ഹല്ലേലൂയ. എൻ്റെ ദൈവം മാറ്റമുള്ളവനാണെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതേ അല്ല. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മാറ്റമില്ലാത്തതാണ്. എന്നാൽ അത് കേൾക്കുന്ന എനിക്ക്, അത് സ്വീകരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ എൻ്റെ യേശു കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവിൻ്റെ ശബ്ദം ജീവനാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മരണത്തെ തോൽപ്പിക്കുന്നതാണ്, ലജ്ജിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ ശബ്ദം ലൈഫിനെ കെയർ ചെയ്യുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു വാക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം എത്രത്തോളം നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നൊരു ശബ്ദം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശബ്ദം തന്നെ ജീവനെ കെയർ ചെയ്യുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനം കൊണ്ടും അവൻ ജീവിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം തന്നെ ജീവനാണ്. യോഹന്നാൻ 6:63 പറയുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ജീവനും ആത്മാവുമാണ്. യേശു പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ശബ്ദം തന്നെ കെയർ ചെയ്യുന്നത് ലൈഫിനെയാണ്. ഹല്ലേലൂയ. ജീവനെയും ആത്മാവിനെയും ദൈവത്തിൻ്റെ ശബ്ദം കെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ ശബ്ദം ജീവനെ വഹിക്കുന്ന ശബ്ദമാണ്. കാരണം എന്തായിരിക്കും? എൻ്റെ ദൈവം ജീവനുള്ളവനാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം ജീവിക്കുന്നു. കാരണം ഇത് എഴുതിയവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം ജീവനുള്ള ശബ്ദമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം മരണത്തെ ലജ്ജിപ്പിക്കുന്ന ശബ്ദമാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ
നമുക്കവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യെഹസ്കേൽ പ്രവാചകനെ ദൈവം ആത്മാവിൽ ഒരു അസ്ഥിയുടെ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് യെഹസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ആ അസ്ഥിയുടെ നടുവിലൂടെ അവനെ നടത്തി. അസ്ഥികൾക്ക് നിങ്ങളെ നോക്കി എന്തായിരിക്കും സംസാരിക്കാൻ? ഹല്ലേലൂയ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു അസ്ഥി നിങ്ങളോട് സംസാരിച്ചാൽ എന്തായിരിക്കും സംസാരിക്കുക? ഇൻ കേസ് സംസാരിക്കാനുണ്ടെങ്കിൽ ജീവനുണ്ടെന്ന് പറയൂ, മരിച്ച് അങ്ങേ അറ്റമാണ് ഞാനെന്ന് പറയും. ഹല്ലേലൂയ. അസ്ഥികൾ തമ്മിൽ വേർപെട്ടു പോയി. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ത്വക്ക് അഴുകുകയല്ല ചെയ്തത്, അവരുടെ അസ്ഥികളെല്ലാം ചിന്നി ചിതറിക്കിടക്കുകയാണ്. ഒരസ്ഥിയോട് ഒരു അസ്ഥിയല്ല, മാറി ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം. യെഹസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കൂ? യെഹസ്കേൽ പ്രവാചകന് കാര്യം മനസ്സിലായി. ഇത് മനുഷ്യനാൽ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ഇത് നമ്മുടെ ശബ്ദത്താലോ നമ്മുടെ കഴിവിനാലോ ഒന്നും നടക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് യെഹസ്കേൽ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് അറിയും, എനിക്കറിയത്തില്ല. ഇത് ജീവിക്കുമോ? എന്നെ ഇന്ന് ഇതിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തിയത് അങ്ങാണെങ്കിൽ അങ്ങേക്കറിയാം ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങേക്കറിയാം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യെഹസ്കേൽ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഇതെങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് അത് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. തൊട്ടടുത്ത സമയത്ത് യെഹസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഇത് ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവം പറയുന്നേ. മനുഷ്യപുത്ര, നീ ഈ അസ്ഥിയോട് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പിൻ. ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരയുടെ നടുവിൽ, മരണത്തിന്റെ താഴ്വരയുടെ നടുവിൽ ദൈവം യെഹസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, ഈ അസ്ഥി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതെങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അവൻ മരണത്തിൻ്റെ താഴ്വരയിലാണെങ്കിലും, ഹല്ലേലൂയ, ഒരല്പം പോലും അവന് പറയാനില്ലെങ്കിലും, സാധ്യതയുടെ ഒരു ഞൊടി പോലും ഇല്ലെങ്കിലും, യഹോവയുടെ വചനം കേൾക്കുമ്പോൾ ആ മരണത്തിൻ്റെ താഴ്വര ജീവന്റെ താഴ്വരയായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന അസ്ഥിയുടെ താഴ്വരയിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. യെഹസ്കേലിന് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. യെഹസ്കേലിന് മനസ്സിലായി, മരണത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം. അതിനർത്ഥം ദൈവത്തിൻ്റെ വചനം ശബ്ദം ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം മരണത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് യേശു വിളിക്കുവാണ്, ലാസറെ, നീ പുറത്തു വാ. നീ മരിച്ചു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. 4 ദിവസമായോ എന്നുള്ള എൻ്റെ പ്രശ്നമല്ല, നാറ്റം വച്ചോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. പക്ഷെ ഞാൻ റിലീസ് ചെയ്യുന്ന ലൈഫിനകത്ത് നിന്റെ മരണം ലജ്ജിക്കുകയും എൻ്റെ ജീവനാൽ നീ ജീവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യേശു പറയുക, ലാസറെ, നീ പുറത്തു വാ. യേശുവിൻ്റെ ശബ്ദം ജീവനെ ക്യാരി ചെയ്ത ശബ്ദം. യായിറോസിന്റെ മകളെ യേശു കർത്താവ് ഉയർപ്പിച്ചപ്പോൾ യേശുവിലുള്ള ജീവൻ ആ മരിച്ച കുഞ്ഞിൻ്റെ ശരീരത്തിനകത്തേക്ക് എൻട്രിങ് ആവുകയാണ്. മരിച്ചു കിടന്നത്, പ്രതീക്ഷ തീർന്നത്, ഒരല്പം പോലും പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം പറയുന്നു, നീ പ്രവചിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം ജീവനാണെന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കാനല്ല, ദൈവത്തിന്റെ ശബ്ദം ജീവനാണെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ സംസാരിക്കണം. ദൈവത്തിന്റെ ശബ്ദം ജീവനാണെന്ന് തിരിച്ചറിഞ്ഞ നീ മരണത്തിന്റെ താഴ്വരയിലാണെന്ന് നിലവിളിക്കാനല്ല, നിന്നെ അതിന്റെ നടുവിൽ കൂടെ നടത്തിയതിനൊരു കാരണമുണ്ട്. നീ ഒന്ന് കൂട്ടി നോക്ക്, നിന്നെ കൊണ്ട് കൂടുമെന്ന് നോക്ക്. കൂടുകയില്ലെന്ന് നിനക്ക് മനസ്സിലായാൽ ഒരു ഓപ്ഷനുണ്ട്. ഇന്ന് എല്ലാവരുടെ ജീവിതത്തിനകത്തും ഈ ഒരു ഓപ്ഷനുണ്ട്.
ദൈവത്തിൻ്റെ ശബ്ദമായ ജീവനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അത് എത്ര മരണത്തിൻ്റെ താഴ്വരയാണെന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ ദൈവത്താലാണത് സംഭവിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ. പ്രവചിച്ചത് യെഹസ്കേലാണ്, പക്ഷേ അതിന് ബാക്കപ്പ് ചെയ്തത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ജീവനായി യെഹസ്കേലിലേക്കും, യെഹസ്കേലിൻ്റെ ശബ്ദം ജീവനായി, ഹല്ലേലൂയ, ആ അസ്ഥികളിലേക്കും വ്യാപരിക്കാൻ തുടങ്ങി. ആ അസ്ഥികൾ ഒന്നിനൊന്നിന് വന്ന് ചേരാനായി തുടങ്ങി. ഹല്ലേലൂയ. അസ്ഥികൾ ഒന്നായി ചേർന്നു, ഞരമ്പ് വന്നു, മാംസം വന്നു. കർത്താവേ, ഇനി എന്ത്? ഹല്ലേലൂയ. ഇനി മാറ്റമില്ല. ഇത്രയും വരെ സംഭവിച്ചത് ദൈവത്തിൻ്റെ ശബ്ദമാണെങ്കിൽ ഇനിയും അത്ഭുതത്തെ ചെയ്യുന്നതും ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. നിങ്ങൾ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ദൈവം പറയുകയാണ്, നീ കാറ്റിനോട് പ്രവചിച്ചു പറയേണ്ടത് ഈ മൃതന്മാരെ ജീവിപ്പിക്കുക. ഹല്ലേലൂയ. നീ ലൈഫിനെ റിലീസ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം നീ റിലീസ് ചെയ്യുമ്പോൾ, ആ ജീവൻ ആ മർത്യമായതിനെ ജീവിപ്പിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം? നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ, അവിടുത്തെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ വെറും മൂന്ന് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദം സത്യമാണ്, കള്ളത്തെ തോൽപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാറ്റമില്ലാത്തതാണ്, മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ജീവനാണ്, മരണത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം എവിടെയൊക്കെ ഓപ്പൺ ആകുമോ അവിടെയൊക്കെയും സൃഷ്ടിപ്പിൻ്റെ ശക്തി കയറി. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മൾ കേൾക്കുന്ന ദൈവ ശബ്ദമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് റിസൾട്ട് കൊണ്ടുവരും. ഹല്ലേലൂയ. ജീവന്റെ റിസൾട്ട് കൊണ്ടുവരും, അത്ഭുതത്തിന്റെ റിസൾട്ട് കൊണ്ടുവരും. സൃഷ്ടിപ്പിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം കേട്ട വചനം, നാം സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദമാണെന്നാണ്. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിൽ അതിനർത്ഥം അത് നമ്മുടെ ശബ്ദമാണെന്ന്. യെഹസ്കേൽ അവിടെ ആ അസ്ഥിയുടെ നടുവിൽ നിന്ന് യെഹസ്കേലിന്റെ ശബ്ദത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. കാര്യമില്ല. പക്ഷെ അതിനെ ജീവിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അവനിലൂടെ ഓവർഫ്ലോ ചെയ്യണം. ഹല്ലേലൂയ. ഉൽപ്പത്തി 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ പറയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ഹല്ലേലൂയ. സൃഷ്ടിപ്പിന്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം ക്യാരി ചെയ്യുന്നത് സൃഷ്ടിപ്പിന്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ഒരിടത്ത് റിലീസ് ചെയ്യുമ്പോൾ സൃഷ്ടിപ്പുകൾ സംഭവിക്കും. ബൈബിളിൽ ആദ്യമായിട്ട് ദൈവം സംസാരിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. കൽപ്പിച്ചിട്ടുണ്ടോ വെളിച്ചം ഉണ്ടാവും. കാരണം ഈ ശബ്ദം ക്യാരി ചെയ്യുന്നത് സൃഷ്ടിപ്പാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചു? സ്വർഗങ്ങളും. അത് മലയാളത്തിലാണ് ആകാശങ്ങളെന്ന്, പക്ഷെ ഇംഗ്ലീഷിനകത്ത് അത് ഹെവൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വർഗങ്ങൾ, ഭൂമി ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 1:3 ദൈവവചനം പറയുന്നു, ദൈവം കൽപ്പിച്ചു, സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 1-നും 3-നും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഉൽപ്പത്തി 1 ദൈവം എങ്ങനെയായിരിക്കും സൃഷ്ടിച്ചേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉൽപ്പത്തി 1:3 ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ ശബ്ദത്താൽ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെയാണ് ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേ? ഉൽപ്പത്തി 1:3 ദൈവം കൽപ്പിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി 1:1 ഒരു സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അത് ദൈവം എങ്ങനെയായിരിക്കും സൃഷ്ടിച്ചത്?
സങ്കീർത്തനം 33:6 ഒന്ന് വായിച്ചു നോക്കിയേ. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉളവായി. എങ്ങനെ ഉളവായേ? എങ്ങനെ ഉളവായേ? യഹോവയുടെ വചനത്താൽ, യഹോവയുടെ ശബ്ദത്താൽ. ഉൽപ്പത്തി 1:3 എന്താണോ പറയുന്നത് അതേപോലെ തന്നെയാണ് കർത്താവ് ആദിയിൽ ആകാശങ്ങളും ആകാശത്തിലെ സൈന്യത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിനെ കേരി ചെയ്യുന്ന ശബ്ദം. ഓരോ സമയം നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദത്തെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ഈ ശബ്ദം ഒരു റിസൾട്ടിനെ കൊണ്ടുവരും. അത് സൃഷ്ടിപ്പാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിൻ്റെ ശക്തിയാണ്. യേശുവിന്റെ മുന്നിൽ കുരുടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജന്മനാ കുരുടനാണ്, ഞാൻ എങ്ങനെയാ കാഴ്ച? ഹല്ലേലൂയ. ക്രിയേറ്റീവ് മിറക്കിളാ. യേശു തുപ്പൽ കൊണ്ട് ചേറിൽ ചെളി ഉണ്ടാക്കിയിട്ട് അവൻ്റെ കണ്ണിൽ തേച്ചു. എന്നിട്ട് യേശു പറഞ്ഞു, നീ പോയി കഴുകുക. യേശുവിൻ്റെ ശബ്ദം തന്നെ ക്രിയേഷനാണ്. യേശു എവിടെയൊക്കെ അത്ഭുതം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, സൃഷ്ടിപ്പുകൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം എങ്ങനെയായിരിക്കും? ജീർണിച്ച അവസ്ഥയിലായിരിക്കും. അതിൻ്റെ മുകളിൽ അതിനെ മൂടിക്കൊണ്ട് യേശുവിൻ്റെ ശബ്ദം പുറപ്പെടുമ്പോൾ, നീ ശുദ്ധനാക എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ സൗഖ്യം ആ ശരീരത്തിൽ സൃഷ്ടിപ്പായി വ്യാപരിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം സത്യമാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ജീവനാണ്. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം സകലത്തിൻ്റെയും ആധാരമാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം ദൈവത്തിൻ്റെ ശബ്ദമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ബേസ്മെന്റ് എന്ന് പറയാം. ദൈവ ശബ്ദമാണ് അടിസ്ഥാനം. അതുകൊണ്ട് യേശു പറയുന്നത്, എൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവൻ എങ്ങനെയായിരിക്കും? പാറമേൽ വീട് പണിതവനെ പോലെ. കാറ്റ് വരും, കോള് വരും, പലതും സംഭവിക്കും, പക്ഷെ ഈ ബേസ്മെന്റ് മാറത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം സകലത്തിൻ്റെയും ആധാരമാണ്, സകലത്തിനെയും താങ്ങുന്ന ശബ്ദമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച വചനം, ആകാശത്തെയും ഭൂമിയെയും താങ്ങുന്ന ഈ വചനം മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞതുപോലെ, പാറമേൽ വീട് പണിയുന്നവൻ ചിലപ്പോൾ അവന്റെ മുകളിലുള്ള അതും ഇതുമൊക്കെ സംഭവിക്കുമായിരിക്കും, പക്ഷെ ബേസ്മെന്റ് പോവത്തില്ല. യേശു പറയുകയാണ്, ബേസ്മെന്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. ബേസ്മെന്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദമായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ ബേസ്മെന്റ് ദൈവ ശബ്ദമായിരിക്കണം. ഇൻ കേസ് അത് ദൈവത്തിന്റെ ശബ്ദമല്ലെങ്കിൽ ചിലപ്പോൾ കുലുങ്ങിയെന്ന് വരാം, ചിലപ്പോൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ടെന്ന് വരാം, പക്ഷെ ദൈവത്തിന്റെ ശബ്ദമാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ കുലുങ്ങത്തില്ല, തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ പറഞ്ഞ സകല സൃഷ്ടികളുടെയും ആധാരം ദൈവത്തിന്റെ ശബ്ദവും. ഒന്ന് നോക്കിയേ, ഉൽപ്പത്തിയിൽ ദൈവം സകലത്തിനെ സൃഷ്ടിക്കുന്നുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം സൃഷ്ടിച്ചു, ജന്തുക്കളെ സൃഷ്ടിച്ചു, ആകാശവിധാനങ്ങളിൽ വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഇൻ കേസ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദത്തെ മാറ്റാം. ഞാനിത് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇത്രയും സൃഷ്ടിപ്പ് നടത്തിയിട്ട് അതിനകത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദത്തെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഈ നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഗെയിമുണ്ട്. നമ്മൾ ഈ വീട് പണിയുന്ന ഒരു ഗെയിമാണ്. നമ്മളന്ന് ഈ കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള ഒരേ ഒരു ഗെയിം അതാണ്. അതുകൊണ്ട് നമ്മളത് കളിക്കും. എന്ന് വെച്ചാൽ ഓട് കാണും, ഇഷ്ടിക കാണും, അതിൻ്റെ മുകളിലുള്ള തടി കാണും, ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള കരിങ്കല് കാണും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമുക്ക് ഈ വീടിനെ പണിയാം.
എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എൻട്രി കൊടുക്കുമ്പോൾ ആ വീട് കറക്റ്റായിട്ട് പണിതെങ്കിൽ ഒരു കൺഗ്രാജുലേഷനോ അങ്ങനെ എന്തെങ്കിലും വരും. നമ്മൾ ചുമ്മാ കളിക്കും, നമുക്കറിയാം എങ്ങനെയാണെന്ന്. പക്ഷെ എന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഓട് വയ്ക്കും, ആദ്യം ഓടടിയിൽ വയ്ക്കും, അതിനുശേഷം ഇഷ്ടിക വയ്ക്കും, എന്നിട്ട് ഏറ്റവും മുകളിൽ ഇതിൻ്റെ കല്ല് കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എൻട്രി കൊടുക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഇടിഞ്ഞ് താഴെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ വ്യക്തമായി പറയുകയാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മുടെ അടിസ്ഥാനം, ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് പണിയുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളല്ല, നിങ്ങളും അനുഗ്രഹമാകും, നിങ്ങളുടെ തലമുറകളും അനുഗ്രഹമാകും. നമ്മുടെ ബേസ്മെന്റ്, നമ്മുടെ കുടുംബത്തിന്റെ ബേസ്മെന്റ് ദൈവ ശബ്ദത്തിനൊത്തവണ്ണം ആണെങ്കിൽ ഇതിനെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതിനെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ മഹത്വം നിൽക്കാൻ പോകുന്നത് തലമുറകളോളമാണ്. സകലത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൃഷ്ടിപ്പുകളുടെ മുഴുവൻ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആധാരവും ദൈവത്തിൻ്റെ ശബ്ദമാണ്. കാരണം എന്താണ് ഇതിങ്ങനെ നിൽക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ ശബ്ദം ജീവനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിപ്പിനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാറ്റമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി ദൈവശബ്ദം ഒരിക്കലും കാലങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ദൈവത്തിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം സംസാരിച്ച ചിലപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ദൈവം തൻ്റെ ശബ്ദത്തെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിന് പാസ്റ്റിനും പ്രസന്റിലും ഫ്യൂച്ചറിനും ഒരുപോലെ ഹോൾഡ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവം അബ്രഹാമിനോട് ഒരു വാക്ക് കൊടുക്കുകയാണ്, മോനെ നീ അബ്രാം എന്നല്ല, നിന്റെ പേര് അബ്രഹാം എന്നാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ശബ്ദത്തെ അബ്രഹാമിലേക്ക് റിലീസ് ചെയ്യുകയാണ്. നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യം വച്ചല്ല ഇത് പറഞ്ഞേ. ഞാനിത് പറയുമ്പോൾ നിന്നിൽ നിന്നൊരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്, നിന്നിൽ നിന്നൊരു രാജ്യം എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്, നിന്നിൽ നിന്നൊരു രാജാവ് എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്, നിന്നിൽ നിന്ന് സാക്ഷാൽ ദൈവം തന്നെ എഴുന്നള്ളി വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം ഒരിക്കലും നമുക്ക് ഈ പറയുന്നത് പോലെ സമയത്തിനും സ്ഥാനങ്ങൾക്കും ലിമിറ്റേഷൻ ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ ശബ്ദം. യേശു കർത്താവിൻ്റെ അടുക്കൽ ശതാധിപൻ ഒരിക്കൽ വരുമ്പോൾ, ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുന്ന കാര്യമുണ്ട്, നീ അവിടെ വരണ്ട, നിന്റെ ഒരു വാക്ക് മതി. അതെങ്ങനെ ശരിയാവുന്നു? ഒരു വാക്ക് കൊണ്ട് എന്താ പ്രത്യേകത? എന്താ ഒരു ശബ്ദം കൊണ്ട് എന്താ പ്രത്യേകത ഇത്ര? കാരണം അവന് മനസ്സിലായി, ഹല്ലേലൂയ, ഇവൻ ഓംനി പ്രസന്റ് ആണ് എന്ന് വെച്ചാൽ ഇവൻ സർവ്വവ്യാപിയാണ്. ഇവൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷെ ഇവന്റെ ശബ്ദം സഞ്ചരിക്കും. ഇവന്റെ ശബ്ദത്തെ കേരി ചെയ്യുന്ന ദൂതന്മാരുണ്ട്. ഇത് സഞ്ചരിക്കും. മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്ന ശബ്ദം ഇന്ന് ഈ ഹോളിനകത്താ മുഴങ്ങുന്നേ. ഒന്ന് നോക്കിയേ, ഇതിനകത്താ മുഴങ്ങുന്നേ. പക്ഷെ എൻ്റെ ദൈവം ശബ്ദിച്ചാൽ, ഹല്ലേലൂയ, അത് സമയത്തിന് അതീതമാണ്, അത് സ്ഥലങ്ങൾക്ക് അതീതമാണ്. ഹല്ലേലൂയ. യേശു അതിശയിച്ചെന്നാ പറയുന്നേ ആ മകന്റെ വാക്ക് കേട്ടിട്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യം വരും. അവൻ ദൂരെ ആയിരിക്കാം, സ്ഥലം കൊണ്ട് അവനും നീയും തമ്മിൽ ഒത്തിരി ദൂരമായിരിക്കാം, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ വാക്ക് റിലീസ് ചെയ്ത ആ സ്ഥലം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. യേശു പറഞ്ഞു, യേശു തൻ്റെ അത്ഭുതത്തിനകത്ത് യേശു പറയുകയാണ്, കാനാവിലെ കല്യാണ നാൾ യേശു വെള്ളത്തെ വീഞ്ഞാക്കുകയാണ്. നമുക്കറിയാം യഹൂദന്മാരുടെ ഒരു ക്രമം അനുസരിച്ച് ഇവർ ആക്ച്വലി ഇവർ കല്യാണത്തിന് മുന്നമായിട്ട് ഇവർ ഈ വീഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യും. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ ഇസ്രായേലിയരുടെ വീടുകളിലെല്ലാം ഇവർക്ക് മുന്തിരി ചക്കുകളുണ്ട്. കർത്താവ് അവർക്ക് കൊടുത്ത ബ്ലെസ്സിങ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ അധികമായിട്ടുള്ള ഒരു ഫലവും മുന്തിരിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്തിരി ചക്കുകളുണ്ട്. സ്വന്തമായിട്ട് വീഞ്ഞുണ്ടാക്കുന്ന മുന്തിരി ചക്കുകൾ ഇവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ വർഷങ്ങൾ ഇവർ പറിച്ച് ഈ കല്യാണത്തിന് വേണ്ടി എന്നുള്ള പർപ്പസിനെ ഇവർ വീഞ്ഞിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായിരിക്കും അവർ കൊടുത്തുകൊണ്ടിരുന്ന വീഞ്ഞ്? എത്ര വർഷത്തെ ആയിരിക്കും? പക്ഷേ യേശു കർത്താവ് ആ വെള്ളം കോരി ഒഴിച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ കോരി ഇത് വിരുന്നുവാഴിക്ക് കൊടുക്കും. വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയപ്പോൾ ഇത്രയും വീര്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായിരിക്കും കട്ടായത്?
ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം സമയത്തെ ഭേദിക്കുന്നതാണ്. ഹല്ലേലൂയ. പച്ചവെള്ളം വീഞ്ഞാകത്തില്ല. ഇൻ കേസ് വീഞ്ഞാകണമെങ്കിൽ എത്ര വർഷം എടുക്കണം? അവരുടെ വീട്ടിൽ അവരങ്ങനെ വയ്ക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര വർഷത്തെ പഴക്കം അതിലും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സമയമാണ് അവിടെ വരുന്നത്. യേശുവിൻ്റെ ശബ്ദം സമയത്തിന് അതീതമാണ്. യേശുവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം സ്ഥാനങ്ങൾക്കും സ്ഥലങ്ങൾക്കും അപ്പുറമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദൈവശബ്ദത്തെ ഇങ്ങനെ കേൾക്കും. ദൈവത്തിൻ്റെ ശബ്ദം ജീവനാ, ദൈവത്തിൻ്റെ ശബ്ദം സത്യമാ, ദൈവത്തിൻ്റെ ശബ്ദം മാറ്റമില്ലാത്തതാ, ദൈവത്തിൻ്റെ ശബ്ദം എന്താ സൃഷ്ടിപ്പാ, ദൈവത്തിൻ്റെ ശബ്ദം സകലത്തിൻ്റെ ആധാരമാ, ദൈവത്തിൻ്റെ ശബ്ദം ലിമിറ്റേഷൻ ചെയ്യാത്തതാ. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ദൈവശബ്ദവും നമ്മളുമായിട്ടുള്ള ബന്ധം? ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അതിനകത്തോട്ട് കയറാൻ പോകുന്നു. ഇതാ ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെ: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ഹല്ലേലൂയ. ഒരു കോൺവെർസേഷൻ സംഭവിക്കുകയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം സംസാരിക്കുകയാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഈ കോൺവെർസേഷനിൽ നിന്നുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഈ ശബ്ദങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ ജനിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം ക്യാരി ചെയ്യാനും ദൈവത്തിൻ്റെ ശബ്ദത്തിന് മറുപടി പറയാനും എല്ലാവർക്കും കപ്പാസിറ്റി ഇല്ല. എല്ലാവരും ഒന്ന് സങ്കീർത്തനം 29-ാം അധ്യായം ഒന്ന് എടുത്തേ. ഞാനത് വെറുതെ ഒന്ന് വായിക്കുവാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് വായിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം എന്താണ് എന്ന് ദാവീദ് പറയുകയാണ്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ദ വോയിസ് ഓഫ് ദ ലോർഡ് ഈസ് ഫുൾ ഓഫ് മാജസ്റ്റി. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടവകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. ഒന്ന് നോക്കി എത്രത്തോളം ആഴോ ഈ ശബ്ദത്തിന് മുന്നിൽ ആർക്ക് നിൽക്കാൻ പറ്റും? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ഉൽപ്പത്തി 1:26 പറയുന്നത് പോലെ ആ ദൈവമായിട്ടുള്ള ത്രിയേക ദൈവത്തിൻ്റെ ഡിസ്കഷൻ അകത്ത് ജനിച്ച നാം ദൈവ ശബ്ദത്താലാ ജനിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് കേൾക്കാനുള്ള ശക്തിയോടുകൂടെ നമ്മൾ ജനിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ജനിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജനിക്കുന്നത്? ഇപ്പോൾ അച്ഛൻ, അമ്മ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കേൾവി ശക്തി ഉള്ളത് കൊണ്ടാണ്. ആ കേൾവി ശക്തിയോടുകൂടി നാം ജനിച്ചത് കൊണ്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ജനിക്കണം. വചനം പറയുന്നു, നാം അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ഇത് കർത്താവിൻ്റെ ഇത്രയും അതിമഹത്തായ ശബ്ദത്തെ കേൾക്കുവാനും അതിനോട് പ്രതികരിക്കുവാനുമുള്ള DNA നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ശബ്ദത്തിനോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാനും അതിനോട് പ്രതികരിക്കുവാനാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 3-ാം അധ്യായം മനുഷ്യൻ ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയതിന് ശേഷം അവൻ്റെ അകത്തൊരു സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുക.
അവൻ്റെ അകത്തൊരു ആത്മീയ മരണം സംഭവിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ നന്മ തിന്മകളുടെ വർഷം അതിൻ്റെ ഫലം നീ എന്നാണോ കഴിക്കുന്നത് അന്നാളിൽ നീ മരിക്കും, അന്നാളിൽ നീ മരിക്കും. അവർ അത് കഴിക്കുന്നത് മൂലം അവരുടെ ലൈഫിനകത്തേക്ക് മരണം എൻ്റർ ആവുകയാണ്. ഹല്ലേലൂയ. ആത്മീയമായ മരണം സംഭവിക്കുകയാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങൾ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് ഇതിന് തൊട്ട് മുന്നേയുള്ള അധ്യായത്തിൽ ആദാം ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മൃഗത്തിനും പറവകൾക്കും പേരിടുന്ന ചടങ്ങ് നടക്കുകയാണ്. ആദാമാണ് സകല മൃഗങ്ങൾക്കും പേരിടുന്നത്. സിംഹം, ഇതൊന്നും ദൈവം ഇട്ട പേരല്ല, പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേരി ചെയ്ത് ആദാം ഇട്ട പേരാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം സർവജ്ഞാനം നിറഞ്ഞതാണ്. ആദാം ഒരിടത്ത് പോലും അത് ഇടുന്നതിന് ഒന്ന് വിൽക്കുകയോ ഒന്ന് നിന്നു പോവുകയോ ചെയ്യുന്നില്ല. ആദാം കണ്ടിന്യൂസ്ലി ആ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓരോ മൃഗങ്ങളിങ്ങനെ വരും തോറും, സിംഹം അടുത്ത് വരുമ്പോൾ സിംഹം, ആന അടുത്ത് വരുമ്പോൾ ആന. എന്ന് വെച്ചാൽ ദൈവം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ മനുഷ്യൻ ചെയ്യുകയാണ്. ഇത് ആദാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവമാണ് ആദമിന്റെ മുന്നിൽ ഈ കാണുന്ന മൃഗങ്ങളെയൊക്കെയും വരുത്തുന്നത്. ഇതേ ആദാം, വചനം പറയുന്നത് വെയിലാറുമ്പോൾ, എന്ന് വെച്ചാൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ആ ഫേസ് ടു ഫേസ് ഉള്ള റിലേഷൻഷിപ്പിലായതുകൊണ്ട്, തൻ്റെ മുഖാമുഖമായിട്ടുള്ള എൻകൗണ്ടറിലായതുകൊണ്ട്. 2-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. ആദമിൻ്റെ കണ്ണ് തുറന്നപ്പോൾ ആദം കണ്ടത് ദൈവത്തെയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആദാം കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെത്, അതിനപ്പുറം ഒരു ശബ്ദം ആദാം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ആദാം ഒറ്റയ്ക്കാണെന്ന് ആദാം ദൈവത്തിനോട് സംസാരിക്കുന്നില്ല. ദൈവം പറയുന്നേ മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം മനുഷ്യനിൽ നിന്നും ഹൗവയെ അടുത്തെടുക്കുന്നത്. ഇതൊന്നും ആദാം ചോദിക്കുന്ന കാര്യമല്ല. കാരണം ദൈവത്തിൻ്റെ ശബ്ദത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ഒരു മനുഷ്യൻ നടക്കാൻ തുടങ്ങിയാൽ അവൻ തൃപ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുന്നേ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. യേശു ശമരിയ സ്ത്രീയോട് പറയുന്നത്, നീ കുടിക്കുന്ന വെള്ളം കുടിക്കും തോറും നിനക്ക് ദാഹം കൂടും, പക്ഷെ ഞാൻ നിനക്ക് നൽകുന്ന ജലം നീ കുടിക്കുമ്പോൾ നിന്റെ ദാഹം അവസാനിക്കും, നീ തൃപ്തനാകും. ഹല്ലേലൂയ. ഇന്ന് കർത്താവായ ദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. സാറ്റിസ്ഫാക്ഷൻ കർത്താവ് തരും. ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. ആദമിന് തൃപ്തിയാവാൻ വേണ്ടിയിട്ട് ഹൗവയുടെ ആവശ്യമില്ലായിരുന്നു. ആദം തൃപ്തനായിരുന്നു, ദൈവത്തിൽ അവൻ തൃപ്തനായിരുന്നു. ഹല്ലേലൂയ. അതേ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലാണ് ദൈവം നമ്മളെ വിളിക്കുന്നേ. ദൈവം നമ്മളെ അതേ റിലേഷൻഷിപ്പിലാക്കിയിരിക്കുന്നേ. ദൈവവും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് മറ്റാരും ആവശ്യമില്ല. ഹല്ലേലൂയ. നമ്മൾ അവിടെ തന്നെ സകലവും നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. അവിടെ തന്നെ ദൈവം നമ്മളെ സകലവും നിറയ്ക്കുകയാണ്. നമുക്കവിടെ കുറവുകളില്ല, നമുക്കവിടെ പോരായ്മകളില്ല, നമുക്ക് എല്ലാം നിറവുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ശബ്ദത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആദാമിനകത്ത് ഒരിക്കലും കുറവില്ലായിരുന്നു, ഒരിക്കലും ലജ്ജയില്ലായിരുന്നു, ഒരിക്കലും മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. പക്ഷേ 3-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിനോടുള്ള അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ്റെ ലൈഫിലേക്ക് മരണം കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. റോമാലേഖകൻ ഇങ്ങനെ പറയുന്നുണ്ട്. റോമർ 5:12 പറയുന്നു, ഏകന്റെ ലംഘനത്താൽ പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മനുഷ്യന്റെ ലംഘനത്താൽ ദൈവത്തിൽ നിന്നുള്ള ഈ പാപവും മരണവും എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ. ഹല്ലേലൂയ. അവരുടെ ഇന്നലെ വരെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിനോട് ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആദാം, ഹൗവ
ദൈവത്തെ കാണാതിരിപ്പാൻ. ഹല്ലേലൂയ. ഒന്ന് നോക്കി, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം ആദ്യം കണ്ടത് ആരെയാ? ദൈവത്തെയാ കണ്ടേ, അല്ലേ? ദൈവം ജീവശ്വാസം ആദമിലേക്ക് ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി. ആദം മരിച്ചു കിടന്നവനായിരുന്നെങ്കിൽ അവന്റെ കണ്ണ് തുറന്നു. അവൻ ആദ്യം കാണുന്നത് ദൈവത്തെയാണ്. അങ്ങനെയാണെങ്കിൽ പാപവും മരണവും അവന്റെ ജീവിതത്തിൽ കയറിയപ്പോൾ അവൻ ആദ്യം സംഭവിച്ചത് എന്താ? ഹല്ലേലൂയ. അവൻ ദൈവത്തെ കാണാതിരിപ്പാൻ, ദൈവത്തിനെ കണ്ടുകൊണ്ട് ജനിച്ചവൻ, ദൈവത്തിനെ കാണാൻ എല്ലാ വൈകുന്നേരങ്ങളിലും കൊതിച്ചുകൊണ്ടിരുന്നവൻ, ഹല്ലേലൂയ, ദൈവത്തിനെ അധികമായി ആസ്വദിച്ചു കൊണ്ടിരുന്നവൻ, ദൈവത്തിൽ തൃപ്തനായിരുന്നവൻ, മറ്റൊന്നും വേണ്ട എന്ന രീതിയിൽ ദൈവവുമായി പറ്റിച്ചേർന്നിരുന്നവൻ, പാപവും മരണവും അവന്റെ ജീവിതത്തിൽ കയറിയപ്പോൾ അവൻ ദൈവത്തെ കാണാതിരിപ്പാൻ ഒളിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്തോടും ദൈവത്തോടും പറ്റിയിരുന്ന ആദാം ഒരു കുറവുമില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞു. അതേ ആദാം പറയുകയാണ്, ഞാൻ ദൈവത്തെ കാണാതിരിപ്പാൻ ഞാൻ എവിടെയാ? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള വചനത്തിൽ ദൈവം ചോദിക്കുകയാണ്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. പാപവും മരണവും അകത്ത് കയറിയപ്പോൾ മാനവരാശിയിലേക്ക് എൻട്രിങ് ആയതാണ് ലജ്ജയും ഭയവും. ഹല്ലേലൂയ. ദൈവത്തെ വികലമായി കാണാൻ തുടങ്ങി. അവിടെ പറയുന്നത് ഒച്ച എന്ന വാക്കാ പറയുന്നേ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനെന്നല്ല, ശബ്ദവും ഒച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയും ഈ അനാവശ്യമായിട്ട് ഈ ശബ്ദമൊക്കെ ഇങ്ങനെ ഒത്തിരി കേൾക്കുമ്പോൾ നമ്മൾ പറയും ഈ ഒച്ചപ്പാടൊന്ന് നിർത്തിക്കൂടെ എന്ന് നമ്മൾ പറയും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദവും ഒച്ചപ്പാടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒച്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യക്തതയില്ലാത്ത ശബ്ദത്തിനെയാണ് ഒച്ച എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ ആത്മാവിനുണ്ടായ മാറ്റം, അവൻ പാപവും മരണവും അവന്റെ ജീവിതത്തിനകത്തേക്ക് കയറിയപ്പോൾ അവന് കാര്യങ്ങളെല്ലാം മാറി തുടങ്ങി. ഇന്നലെ വരെ കാണാൻ കൊതിച്ചിരുന്ന ദൈവത്തിനെ കാണാതിരിക്കാൻ ഒളിക്കുന്നു. ഇന്നലെ വരെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ആ മൃഗങ്ങൾക്കൊക്കെ പേരിട്ട് അതേ അവൻ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഒളിക്കുന്നു. ഹല്ലേലൂയ. അവൻ ലജ്ജയിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട ആദാം ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ഒളിക്കുന്നു. ഇന്ന് ഞാനിത് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാന്നാ പറയുന്നേ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാ നാം സൃഷ്ടിക്കപ്പെട്ടെ. നമ്മളൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദം മാത്രമായിരിക്കണം. ഹല്ലേലൂയ. ആദമിന് ശേഷം അതിന് ശേഷമുള്ള എല്ലാ ജനറേഷനും ദൈവത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം മാറുന്നില്ല, ദൈവം മാറുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. വചനം പറയുന്നു ദൈവം സ്നേഹം തന്നെ. അതിനർത്ഥം പഴയ നിയമത്തിൽ ദൈവം അല്ല, ദൈവം സ്നേഹോ. അവൻ അന്നും ഇന്നും എന്നും സ്നേഹമാ. മനുഷ്യൻ ദൈവത്തിനെ വിട്ട് ഒളിക്കുകയാ, മനുഷ്യൻ ദൈവത്തിനെ വിട്ട് ഓടുകയാ. അവന്റെ മനസ്സിനകത്ത് വികലമായ കാഴ്ചപ്പാട്, ദൈവത്തിനോടുള്ള ഭയം. അവൻ ഭയന്നു. അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്ന, സന്തോഷിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവന് ഭയം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനിലേക്ക് നഗ്നത കയറി. അങ്ങനെ ഒരു ജനറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുക. ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തു. ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നും അവരൊത്തിരി അകലെയാണ്. ദൈവ സ്നേഹത്തോടെ വിളിക്കുമ്പോഴും ഇവർക്ക് തോന്നുന്നത് ദേഷ്യത്തോടെ വിളിക്കുന്നതായിട്ടാ. ദൈവം സ്നേഹിക്കാൻ വിളിക്കുമ്പോഴും ഇവർക്ക് തോന്നുന്നത് വേറെ പലതായിട്ടാ. ഹല്ലേലൂയ. കാരണം ഇവരുടെ ലൈഫിലേക്ക് പാപവും പാപത്താൽ മരണവും എൻട്രായി. ഇവരെ ജീവിപ്പിച്ചത് എന്താ? ദൈവത്തിന്റെ ജീവനാ. അതാ ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദൈവത്തിന്റെ ശ്വാസം അവരിലേക്ക് ഊതി. ഇന്ന് നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണ്, ദൈവത്തിന്റെ ആത്മാവാണ്.
ഹല്ലേലൂയ. അതിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുന്നതൊക്കെയും മരണത്തിൻ്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. അതൊക്കെ ഈ മരണവെപ്രാളത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളുടെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി നമ്മൾ കെട്ടിത്തുന്നുന്ന അത്തിയില പോലെയാണ്. ഹല്ലേലൂയ. ഇത് നീതിബോധത്താലുള്ള ആദാമിന്റെ പ്രവൃത്തി അല്ലായിരുന്നു അത്തി ഇല തുന്നിക്കെട്ടുന്നത്. ആ മരണവെപ്രാളത്തിനകത്ത് നിന്ന് അവൻ ചെയ്ത എന്തൊക്കെയാ എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് മാറിയിട്ട് അവൻ ദൈവത്തിന്റെ മുന്നിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള ശ്രമം തുടങ്ങി. ഹല്ലേലൂയ. എല്ലാവരും റോമർ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം ഒന്ന് എടുത്തേ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നമായിരുന്നു. പാപവും മരണവും ഇവരുടെ ജീവിതത്തിനകത്ത് കയറിയത് കാരണമാണ് ഇവർക്ക് ദൈവത്തിനെ പറ്റി വികലമായ കാഴ്ചപ്പാടുണ്ടാവാൻ തുടങ്ങി. ഇത് പരിഹരിക്കാൻ ഹല്ലേലൂയ, ഇത് പരിഹരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 1:18 പറയുന്നത്, അതിൻ്റെ POC ബൈബിൾ പറയുന്നത് വളരെ വ്യക്തമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തെ, യഥാർത്ഥമായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചതോ ദൂതനായിട്ടുള്ള ഒരാളൊന്നും അല്ല. വചനം വ്യക്തമായി പറയുന്നു, ദൈവം തന്നെയായ ഏകജാതൻ. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു ഉൽപ്പത്തി 1:26 ഒരു ഡിസ്കഷൻ സംഭവിക്കുന്നു. അത് ത്രിയേക ദൈവത്തിന്റെ ഡിസ്കഷനാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പുത്രനായ ദൈവം ഭൂമിയിലേക്ക് വന്നു. ആദാം എങ്ങനെയാണോ വീണേ, ആ വീഴ്ചയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ, നമ്മളെ റിസ്റ്റോർ ചെയ്യാൻ. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു ആദ്യം മുതൽ അവസാനം വരെയും അവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്ന ബോധ്യം, നിങ്ങൾക്കൊരു പിതാവ് ഉണ്ട് എന്ന ബോധ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പിതാവ് ഉണ്ട് എന്ന ബോധ്യമാണ്. നമുക്കൊരു അപ്പനില്ലാത്തവരല്ല, നമുക്കൊരു അപ്പനുണ്ട്. നമ്മുടെ അപ്പൻ സ്നേഹവാനാണ്. നമ്മുടെ അപ്പൻ നമ്മോട് സംസാരിക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ആദാം എവിടെയാണോ വീണത്, ആദാമിന്റെ കണ്ടിന്യൂഷനിൽ എവിടെയാണോ ബ്രേക്ക് സംഭവിച്ചത്, എവിടെയാണോ അവൻ മരണത്തിനകത്തേക്ക് വീണേ, അതേ സാഹചര്യത്തിലേക്ക് ദൈവം തിരിച്ച് നമ്മെ റിസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. ആദാം എവിടെ നിന്നാ വീണേ? ഒന്ന് പറഞ്ഞു നോക്കി. ആദാം എവിടെ നിന്നാ വീണേ? ആദാം വീണത് ദൈവത്തെ കാണാതിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിനെ കാണുവാൻ കൊതിച്ചിരുന്ന ആദാം എന്ന് ഒറ്റ കാര്യമുള്ളൂ, റിലേഷൻഷിപ്പ്, ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് ആദാം വീണേ. ഹല്ലേലൂയ. അതേ ഗാഢമായ ബന്ധത്തിനകത്തേക്ക് നമ്മെ കയറ്റുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നേ. ഹല്ലേലൂയ. റോമർ 5:17 പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയെ ലഭിച്ച നീ ദൈവത്തിന്റെ ജീവനിൽ വാഴും. ഹല്ലേലൂയ. ആദമിലൂടെ പാപവും മരണവും എൻട്രായപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നീതി, ദൈവത്തിന്റെ ജീവനും എൻട്രായി. ഹല്ലേലൂയ. അതിനർത്ഥം നീ ഇന്നും ആദാമിനെ പോലെ ദൂരെ ഇരുന്ന് ദൈവത്തെ കേൾക്കേണ്ടവനല്ല, ദൈവത്തെ കണ്ട് പേടിക്കേണ്ടവനല്ല, ദൈവത്തിന്റെ ശബ്ദത്തെ കണ്ട് പേടിച്ച് ഒളിക്കേണ്ടവനല്ല. ഈ ശബ്ദം വരുന്നത് നിനക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഈ ശബ്ദം വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. ദൈവം സംസാരിക്കുന്നത് ദൈവം കേൾക്കണമെന്ന് ഏറ്റവും അധികം ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ കേൾക്കണമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും അമ്മയാണ്, അപ്പന്മാരാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താ? നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾക്കാർ നിങ്ങളുടെ ശബ്ദം കേട്ടില്ലെങ്കിലും, നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, നിങ്ങളുടെ മക്കളെങ്കിലും ഇല്ലേ? നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ ഒരു ചിന്തയില്ലേ? അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവിനെ എത്ര അധികം സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ മക്കൾ അവിടുത്തെ ശബ്ദത്തെ കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം നമ്മളിൽ നിന്ന് അകലെയല്ല.
ഹല്ലേലൂയ. ദൈവം അന്നും ഇന്നും നമ്മുടെ കൂടെയാ, പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയാ. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ നിങ്ങൾക്ക് ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നീ ദൂരെ നിൽക്കുന്ന ദൈവത്തെ നോക്കിയത് മതി, നീ അവൻ്റെ മാർവിടത്തിലേക്ക് വാ. കൃപാസനം എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളിയാ. അവിടെ മഹാപുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശനം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഗാഢമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണക്റ്റ് ആകുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അതാ കൃപാസനം. ആ കൃപാസനത്തിലേക്ക് നമുക്ക് കടന്നു വരാനാ. എന്ന് വച്ചാൽ ഹല്ലേലൂയ, എന്ന് വച്ചാൽ യേശു കർത്താവ് വെളിപ്പെടുത്തിയ പിതാവിൻ്റെ ഹൃദയത്തിനകത്ത് നമുക്ക് കടന്നു വരാം. അകലമില്ല, അകൽച്ചയില്ല. ഞാൻ കുറവുള്ളവനാണെന്നുള്ള ചിന്തയില്ല, ഞാൻ മോശമാണെന്നുള്ള ചിന്തയില്ല. ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. എന്നെ ദൈവം നീതിയാക്കി, എന്നെ ദൈവം വീണ്ടെടുത്തു. അവൻ്റെ രക്തമാണ് എൻ്റെ ജീവന്റെ വില. ഇന്ന് ഇതൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ സൗഖ്യം അനുഭവിക്കാനോ, ഹല്ലേലൂയ, നമ്മൾ സൗഖ്യം അനുഭവിക്കാനോ, നമ്മൾ പ്രോസ്പെരിറ്റി അനുഭവിക്കാനോ, ഇതെല്ലാം ഇതിന്റെ പാർട്ട് മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങളെ ചെയ്യുന്നത് നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾ സമ്പന്നരാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. നിങ്ങൾക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സൗഖ്യമാക്കിയിരിക്കും. പക്ഷേ ഇതെല്ലാം എന്തിനാണ്? ഇതെല്ലാം എന്തിനാ? യേശു എന്തിനാ സൗഖ്യമാക്കുന്നേ? യേശു എന്തിനാ ഭൂതത്തിനെ പുറത്താക്കുന്നേ? എടാ, യേശു നീ തമ്മിലൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്, നിങ്ങളിനി അന്യന്മാരും പരദേശികളൊന്നും അല്ല, നിങ്ങൾ അവന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നമേ ഒരുവന്റെ ഹൃദയത്തിൽ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളെ നിങ്ങളുടെ അപ്പനും അമ്മയെ സ്നേഹിക്കുന്നതിന് മുന്നേ ഒരു സ്നേഹം നിങ്ങളെ വാരി പുണർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നതിന് മുന്നേ, അവരെ കാണുന്നതിന് മുന്നേ നിങ്ങളെ പേർ ചൊല്ലി ഒരുവൻ വിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കാരണം ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വരച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വരച്ചു കഴിഞ്ഞു. നീ അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഹല്ലേലൂയ. എന്ന് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് നമ്മൾ അകലെയല്ല. ഹല്ലേലൂയ. സത്യമായ ദൈവത്തിൻ്റെ ശബ്ദം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം, ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ശബ്ദം, സൃഷ്ടിപ്പിൻ്റെ ശക്തിയുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ആ ശബ്ദത്തെ, സകലത്തിനും ആധാരമായിരിക്കുന്ന ദൈവ ശബ്ദത്തെ ഫേസ് ടു ഫേസ്, ഓ ഹല്ലേലൂയ, അത് കേൾക്കുവാനും അതിനനുസരിച്ച് സംസാരിക്കുവാനാണ് ദൈവം എന്നെ വിളിച്ചേ. ഹല്ലേലൂയ. ഈ ശബ്ദമായിട്ട് നിങ്ങൾ മിക്സ് ആവുമ്പോൾ ഉണ്ടല്ലോ, ഈ ശബ്ദമായിട്ട് നിങ്ങൾ പരിചയമാവുമ്പോൾ, ഈ ശബ്ദമായിട്ട് നിങ്ങൾ പരിചയമാകുമ്പോൾ, ഇത് യേശുവിൻ്റെ ജീവിതം. യേശു പിതാവിൻ്റെ ശബ്ദമായിട്ട് പരിചിതനാണ്. ഹല്ലേലൂയ. യേശു ഒരിക്കലും പിതാവിൻ്റെ ശബ്ദം പുറമേ കേൾക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെവി കൂർപ്പിക്കുക. നമുക്ക് കേൾക്കാൻ ഇഷ്ടം പുറത്തുള്ള ശബ്ദമാണ്. പക്ഷേ ദൈവം പുറത്ത് സംസാരിക്കാത്ത ദൈവമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവം സംസാരിക്കുന്നത് നിന്റെ ആത്മാവിലാണ്. ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ തെളിവ് യേശുവാണ്. ഹല്ലേലൂയ. യേശു ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ്. എന്ന് വെച്ചാൽ യേശുവും ദൈവവും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺവെർസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, യേശു ദൈവത്തോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം യേശുവിനോട് സംസാരിക്കുന്നു, യേശു ദൈവത്തോട് സംസാരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ 3-4 ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന്, യേശു സ്നാനപ്പെടാൻ വേണ്ടി വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു. അടുത്ത് മറുരൂപ മലയിലെത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ഇവൻ്റെ ശബ്ദം കേൾക്കുക. ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടായത് യേശുവിന് വേണ്ടിയിട്ടല്ലായിരുന്നു. നമ്മുടെ പ്രശ്നം, നമ്മളോട് ദൈവം കണ്ടിന്യൂസ്ലി നമ്മുടെ ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്തെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുക.
അല്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവാ. അതുകൊണ്ട് ആ വചനം നമ്മളറിയാം. നമ്മളെപ്പോഴും പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പോയെന്നേ പറയുള്ളൂ. പിന്നെ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോഡിയാ. എന്നെ ഞാനാക്കുന്ന എൻ്റെ ആത്മാവാ. എൻ്റെ ആത്മാവോടാ ദൈവം സംസാരിക്കുന്നേ. വചനം പറയുന്ന അവൻ ആത്മാവിൻ്റെ ദൈവോ, അവൻ ആത്മാവിൻ്റെ പിതാവാ. ഹല്ലേലൂയ. ആത്മാവിനോടാ ദൈവം സംസാരിക്കുന്നേ. യേശുവിനോട് ദൈവം പുറമേ കേട്ട വോയിസ് യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി അല്ലായിരുന്നു. യേശു സ്നാനപ്പെടുത്തിയപ്പോൾ അത് സ്നാപക യോഹന്നാനും അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമോ? യേശു നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന സമയങ്ങളുണ്ടാവാം. ദൈവം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന സമയങ്ങളുണ്ടാവാം. ദൈവത്തിൻ്റെ ശബ്ദത്തെ തന്നെ വെച്ച് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന സമയങ്ങളുണ്ടാകാം. പക്ഷേ റിലേഷൻഷിപ്പിൽ ഒരിക്കലും പുറമേ അല്ല ദൈവത്തിൻ്റെ ശബ്ദം. റിലേഷൻഷിപ്പിൽ എപ്പോഴും അകത്താ ദൈവത്തിൻ്റെ ശബ്ദം വരുന്നേ. കാരണം യേശു എപ്പോഴും ദൈവവുമായി ചേർന്ന് നടക്കുമ്പോൾ യേശു എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയാ യേശു ഇനി ദൈവത്തിന്റെ ശബ്ദം കേട്ടെ? ഹല്ലേലൂയ. വിധേയത്വമാണ്, ആഗ്രഹമാണ്. ഈ ലോകത്തിലുള്ള മറ്റ് എന്ത് ശബ്ദത്തെക്കാളും അധികമായിട്ട് യേശു, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഇതെന്റെ കൊതിയാ, ഇതെന്റെ ദാഹമാ. ഇതിനകത്ത് ജീവിച്ച യേശുവിന്റെ അടുക്കൽ ദൈവത്തിന്റെ ശബ്ദം കണ്ടിന്യൂസാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം യേശുവിൻ്റെ ശബ്ദമായി മാറി. യേശുവിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായി മാറി. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം അവൻ്റെ ശബ്ദമായിട്ട് മിക്സ് ആവും. ഹല്ലേലൂയ. നിന്റെ ശബ്ദത്തിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ ശബ്ദം ചിലപ്പോൾ ലൈഫിനെ കെയർ ചെയ്യുന്നില്ലായിരിക്കാം. നിന്റെ ശബ്ദം സൃഷ്ടിപ്പിനെ കെയർ ചെയ്യുന്നില്ലായിരിക്കാം. നിന്റെ ശബ്ദം കാലങ്ങൾ കൊണ്ടും സമയങ്ങൾ കൊണ്ടും ലിമിറ്റഡ് ആയിരിക്കാം. പക്ഷെ നിന്റെ ശബ്ദം അവൻ്റെ ശബ്ദമായിട്ട് മിക്സ് ആയ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിന്റെ ശബ്ദം അവൻ്റെ ശബ്ദമായി മിക്സ് ആയാൽ നിന്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായി പുറത്തു വരും. ഓ ജീസസ്. നിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി പുറത്തു വരും. പിന്നെ യേശുവിന്റെ ഒരു ശബ്ദം ദൈവത്തിന്റെ ഒരു ശബ്ദം എന്നുള്ള രീതിയിലേക്കില്ല. യേശു പറയുക, നീ കാഴ്ച പ്രാപിക്ക, നിന്റെ ചെവി തുറന്നുവാ. മുടന്തനാണോ, നീ എഴുന്നേറ്റ് നടക്ക. ഭൂതമേ, നീ പുറത്തു പോക. ഈ ശബ്ദമായിട്ട് ഫെമിലിയർ ആകുമ്പോൾ അവന്റെ ശബ്ദം എൻ്റെ ശബ്ദമോ, എൻ്റെ ശബ്ദം അവന്റെ ശബ്ദമോ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യവും. യേശു ഒരിടത്ത് കടന്നു പോകുമ്പോൾ മനുഷ്യനായ യേശു അല്ല കടന്നു പോകുന്നേ. ഹല്ലേലൂയ. യേശുവിനെ പറ്റി വചനം പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണെന്ന് വെച്ചാൽ അതിനർത്ഥം യു ക്യാൻ ഹിയർ ഫാദർ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിനകത്തൊരു ലീഡിംഗ് ഉണ്ട്. ആ ലീഡിങ്ങിൽ നീ നടക്കുമ്പോൾ നിന്റെ ചുറ്റുപാടുകൾ വരെ ഈ സാന്നിധ്യം സ്പ്രെഡ് ആവും. നീ ഒരു ഭവനത്തിൽ കയറി നിനക്ക് പ്രാർത്ഥിക്കേണ്ട പോലും അവസ്ഥ വരത്തില്ല. നീ ഒരിടത്ത് കാല് വയ്ക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള അന്തരീക്ഷം തന്നെ ഇവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. ഇതെങ്ങനെ ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന? ഡിസയർ, കൊതി. ഹല്ലേലൂയ. പ്രാധാന്യം. നമ്മുടെ ചുറ്റും നമ്മളിന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ഇനി വീട്ടിൽ പോകുമ്പോൾ ഒത്തിരി ശബ്ദങ്ങളെ നമ്മൾ കേൾക്കും, ഒത്തിരി ശബ്ദങ്ങളെ കേൾക്കും. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയരെ, എല്ലാ ശബ്ദവും നമുക്ക് പ്രയോജനമുള്ള ശബ്ദമല്ല. നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നതിന് പകരം ലോകത്തിൻ്റെ മുഴുവൻ ശബ്ദം കേൾക്കും. ലോകത്തിൻ്റെ മുഴുവൻ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ലോകം നിറയും. ലോകം നിറയുമ്പോൾ ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൻ്റെ ശബ്ദം കേൾക്കും. ദൈവശബ്ദത്തിൻ്റെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ലോകത്തിൻ്റെ ശബ്ദം. പക്ഷേ നമ്മുടെ ഹൃദയത്തോട് ദൈവം എന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഡിസയർ വേണം, മറ്റെന്ത് ശബ്ദത്തെക്കാളും അധികം. അപ്പാ, ഞാൻ അങ്ങയുടെ ശബ്ദത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ഈ ഭൂമിയിൽ നടന്നതുപോലെ, ഹല്ലേലൂയ, യേശു ഈ ഭൂമിയിൽ നടന്നതുപോലെ ആ ശബ്ദത്തെ, യേശു എന്തിനാ തൻ്റെ ജീവനെ നമുക്ക് നൽകിയത്? യേശു എന്തിനാ നമ്മെ നീതിബോധത്താൽ നിറച്ചത്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാ, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നടക്കണം. ദൈവം നമ്മിൽ നിറഞ്ഞാൽ നമ്മുടെ എല്ലാറ്റിനുള്ള പരിഹാരമായി കഴിഞ്ഞു.
ഹല്ലേലൂയ. ഒറ്റപ്പെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. കാരണം യു ആർ ഫിൽ വിത്ത് ഗോഡ്. നീ ദൈവത്താൽ നിറയപ്പെട്ടവനാണെങ്കിൽ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സാഹചര്യം നിന്നെ തളർത്താൻ പറ്റത്തില്ല. കാരണം ഈ സകല ശബ്ദങ്ങളുടെയും അപ്പുറം നീ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം നമ്മെ തളർത്തുന്ന ശബ്ദമല്ല, ഈ ശബ്ദം നമ്മളെ പണിയുന്ന ശബ്ദമാണ്. ഈ ശബ്ദം നമ്മളെ താഴെ കൊണ്ടുപോകുന്നതല്ല, നമ്മെ ഉയരങ്ങളിൽ കൊണ്ടുപോകുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ ഈ ശബ്ദം നമ്മളെ ആള് മാറ്റിക്കളയും. ഹല്ലേലൂയ. ആ ശബ്ദത്തെ പോലെ നമ്മെ ആക്കും. ഹല്ലേലൂയ. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വചനം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നു. ആ വചനം പറയുന്നതിന് മുന്നേ യേശു കർത്താവ് പറയുന്നേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നു എങ്കിൽ, എൻ്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തെ കേൾക്കാൻ പറ്റും. നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത് നിങ്ങൾ എൻ്റെ ആടല്ലാത്തത് കൊണ്ടാണ് എന്ന് യേശു യഹൂദന്മാരോട് പറയുക. അതിനർത്ഥം ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം അധികമായിട്ട് കേൾക്കാൻ പറ്റും. ഇന്ന് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ശബ്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഓൾറെഡി കർത്താവ് നമ്മളുടെ ഇടയിൽ ഇത് വെളിപ്പെടുത്തിയതാണ്. അത് കർത്താവിൻ്റെ വചനം തന്നെയാണ്. ഹല്ലേലൂയ. ഇത് എഴുതപ്പെട്ട ദൈവശബ്ദമാണ്. ഇന്ന് നമ്മൾ എഴുതപ്പെട്ട ദൈവശബ്ദത്തിനകത്ത് നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റേമ വേർഡ്സ് കർത്താവ് നമുക്ക് നൽകാൻ തുടങ്ങും. നിങ്ങൾ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വചനം കയറി വരും. അതിനർത്ഥം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നെന്നാണ്. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ആ സമയത്ത് വരത്തില്ല. ദൈവവചനം വരും. അതിനർത്ഥം ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ പറഞ്ഞ് അത് സംസാരിച്ചു. ഹല്ലേലൂയ. അത് ജീവന് റിലീസ് ചെയ്യും. നീ ഒന്നുമില്ലായ്മയുടെ നടുവിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നിന്നെ നോക്കി ഒരു ശബ്ദം, നീ കൊള്ളത്തില്ല, നീ അവിടെ എത്തത്തില്ല, നീ അങ്ങനെയാവും, നിന്റെ ഭാവി അതാവും, നീ ശരിയാവത്തില്ല, ഇങ്ങനെയൊന്നും പഠിച്ചാൽ ശരിയാവത്തില്ല എന്നൊരു ശബ്ദം വരുമ്പോൾ നിന്റെ അകത്ത് നിന്ന് ദൈവശബ്ദം പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം വരുന്ന സ്ഥലങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം പ്രധാനമായി വരുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായിരിക്കും. അതിനർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് ഒന്നായിരിക്കുമ്പോൾ വലിയ കോൺവെർസേഷൻ ഇതിനകത്ത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൽ തന്നെ ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ പല രീതിയിൽ പുറത്തു വരുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ആത്മാവിൽ തന്നെ ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. ഇനി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ തുടങ്ങും. യോഹന്നാൻ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം പറയുന്നു, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവൻ വരുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കും. നമ്മളത് കേൾക്കണം പ്രിയരെ. ഹല്ലേലൂയ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അതിനാ. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുന്ന ഒരു കുടുംബത്തിനകത്ത് മറ്റാരുടെ ശബ്ദം കേൾക്കേണ്ട ഗതികേട് ഉണ്ടാവത്തില്ല. നമ്മൾ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് ചിലപ്പോൾ വലിയ വീഴ്ചകളിലായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ജീവനിലേക്ക്, നമ്മളെ ഉയർച്ചയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ അത് സകലതും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ രക്തം ഹാബേലിനെക്കാളും ഗുണകരമായി സംസാരിക്കുമെന്ന്. ദൈവത്തിൻ്റെ രക്തം സംസാരിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശരീരം നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവരാജ്യം, സ്വർഗം നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. ഇത്രയും സംസാരങ്ങളെ, ശബ്ദത്തെ കേൾക്കുവാൻ ദൈവം നമ്മളെ വച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾക്ക് ഇന്ന് ദൈവവുമായിട്ടൊരു അകൽച്ചയല്ല വേണ്ടത്, ദൈവത്തിൻ്റെ മാറോട് ചേരുക. ഹല്ലേലൂയ. അവിടെ നിന്നാണ് ഈ ശബ്ദം ഒഴുകുന്നേ.
നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവശബ്ദം വെളിപ്പെടും നിങ്ങൾക്ക്. ഹല്ലേലൂയ. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് അധികമായി സംസാരിക്കാൻ തുടങ്ങും.